ഹലോ സ്റ്റുഡൻസ്, ലാസ്റ്റ് പാർട്ടിലെ ടൈപ്സ് ഓഫ് മോൾഡിംഗ് ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഗ്രീൻ സാൻഡ് മോൾഡിംഗ് ഡിസ്കസ് ചെയ്തു, ഡ്രൈ സാൻഡ് മോൾഡിംഗ്, ലോം സാൻഡ് മോൾഡിംഗ്, പ്ലാസ്റ്റർ മോൾഡിംഗ് മീൻസ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ടുള്ള മോൾഡിംഗ്. ഈ 4 മോൾഡിംഗ് എന്ത് ചെയ്തു നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഈ പാർട്ടിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഷെൽ മോൾഡിംഗ് ആണ്. ഷെൽ മോൾഡിംഗ് ഇതൊരു പ്രത്യേക തരം മൗൾഡിംഗ് പ്രോസസ്സാണ്. അതിൻ്റെ വർക്കിംഗ് കണ്ടാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കതിൻ്റെ വർക്കിങ്ങിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഷെൽ മോൾഡിങ്ങിൻ്റെ ഒരു ഫിഗറാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഇത് പ്രധാനമായിട്ടും 4 സ്റ്റെപ്പാണുള്ളത്. വളരെ സാൻഡ് കാസ്റ്റിങ് പോലെ കുറച്ച് സമയം എടുക്കുന്നതോ അല്ല സമയമില്ല, കുറച്ച് റിസ്കി ആയിട്ടുള്ള ഒരു മൗൾഡിങ് പ്രോസസ്സ് അല്ല ഷെൽ മോൾഡിങ് എന്ന് പറയുന്നത്. കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ്. അപ്പോൾ അതിൽ 4 സ്റ്റെപ്പാണ് മെയിനായിട്ടുള്ളത്. സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3, സ്റ്റെപ്പ് 4, അങ്ങനെ 5 സ്റ്റെപ്പാണ് പ്രധാനമായിട്ടുണ്ടാകും കേട്ടോ. 5 സ്റ്റെപ്പ് 4, സ്റ്റെപ്പ് 5 സ്റ്റെപ്പാണ് ഷെൽ മൗൾഡിങ്ങിലുള്ളത്. അപ്പോൾ അതിൽ ഓരോ സ്റ്റെപ്പ് എന്താ നോക്കാം. ഒന്നാമത്തെ സ്റ്റെപ്പ് ഡിസ്കസ് ചെയ്യാം. ഇറ്റ് ഈസ് എ പ്രോസസ് ഇൻ വിച്ച് ദ സാൻഡ് ഈസ് മിക്സ്ഡ് വിത്ത് തെർമോസെറ്റിംഗ് റെസിൻ. ദിസ് മിക്സ്ചർ ഈസ് ആഡഡ് ടു ദ ഡംപ് ബോക്സ്. ദെൻ ദ ഹീറ്റഡ് മെറ്റൽ പാറ്റേൺ 200 degrees Celsius is placed over the dump box as shown in figure. ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഒന്നാമത്തെ സ്റ്റെപ്പ് നോക്കാം. ഒന്നാമത്തെ സ്റ്റെപ്പിൽ ഇതൊരു ബോക്സ് തന്നെ, ഡംപ് ബോക്സ്. ഈ ഡംപ് ബോക്സിൽ ഒരു ബോക്സിൽ കുറച്ച് സാൻഡ് എടുത്തിട്ടുണ്ട്. സാൻഡാണ് ഈ കാണിച്ചിട്ടുള്ളത്. യെല്ലോ കളറിൽ കാണിച്ചിട്ടുള്ള സാൻഡാണ്. ആ സാൻഡിന് സാധാരണ സാൻഡല്ല, സാൻഡിൻ്റെ കൂടെ ഒരു തെർമോസെറ്റിംഗ് റെസിന് എന്ന് പറഞ്ഞാൽ ഒരു പശയാണത്, ഒരു ഗമ്മാണ്. ആ ഗമ്മ് ആ സാൻഡുമായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. സാൻഡ് പ്ലസ് റെസിൻ, സാൻഡും റെസിനും കൂടി മിക്സ് ചെയ്തിട്ട് ആണ് ഈ ബോക്സിൽ ആദ്യം എന്ത് ചെയ്യുക, ഈ ബോക്സിൽ ആ സാൻഡും റെസിനും മിക്സ് ചെയ്ത ആ മിക്സ്ചർ നേരെ ഈ ബോക്സിലോട്ട് ആദ്യം പ്ലേസ് ചെയ്യുക. ഇതിലോട്ട് ഇപ്പം ആദ്യം എന്ത് ചെയ്തു, ബോക്സിലോട്ട് സാൻഡ് ഫില്ല് ചെയ്തു. കുറച്ച് ഫുള്ളായിട്ട് ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല, പകുതി അല്ലെങ്കിൽ പകുതിൻ്റെ അടുത്ത് വരെ ഫില്ല് ചെയ്യുന്നു. അതിനുശേഷം നമുക്കൊരു ഏത് ഷേപ്പിലുള്ള ഒരു പ്രൊഡക്റ്റാണോ വേണ്ടത്, ആ ഷേപ്പിൻ്റെ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ പാറ്റേൺ ആദ്യം നമ്മൾ ഉണ്ടാക്കണം. ഉണ്ടാക്കിയതിന് ശേഷം സിമ്പിളായിട്ട് ഒരു മെറ്റലാണ് സാധാരണ ഉപയോഗിക്കൽ. മെറ്റൽ കൊണ്ട് നിർമ്മിക്കാം. അതിൻ്റെ പകുതി ഭാഗമാണ് ഒരു പാറ്റേൺ ആയിട്ട് ഉപയോഗിക്കുക. അതേപോലെ മറ്റേ പകുതിയാണ് അടുത്ത പാറ്റേൺ ആയിട്ട് ഉപയോഗിക്കുക. എന്ന് പറഞ്ഞാൽ ഇതാണ് ഇപ്പോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ട ഷേപ്പ്. ഓക്കെ, നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ട ഷേപ്പ് ഷെല്ല് എന്നുണ്ടോ, ഇവിടെ ഷെല്ല് കണ്ടിട്ടുണ്ടാവും. ഷെല്ല് എന്ന് പറഞ്ഞാൽ വളരെ തിന്നായിട്ടുള്ള, കട്ടി കുറഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഷെൽ മോൾഡിങ് ഉപയോഗിക്കുന്നത്. കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ, അതുപോലെ മറ്റു വളരെ തിന്നായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഷെൽ മോൾഡിങ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതേപോലെ 2 ഷെല്ലാണ് നമുക്ക് വേണ്ടത്. കണ്ടോ, ഇതേപോലെ ഇങ്ങനത്തെ 2 പീസാണ് ആദ്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ആദ്യം ഒരു ഷെല്ലുണ്ടാക്കണം, അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ അടുത്ത ഷെല്ലുണ്ടാക്കണം. അങ്ങനെ ഇപ്പോൾ ഇത് 2 ഷെല്ലാണ്. അപ്പോൾ ഒരു ഇപ്പോൾ 2 ഷെല്ലാണല്ലോ, സിമ്മട്രിക്കാണിത് അല്ലേ. ആ സൈഡിലും ഒരേപോലെയാണ്, ഈ സൈഡിലും ഒരേപോലെയാണ്. ഒന്നിൻ്റെ മിറർ ഇമേജ് ആണ് മറ്റേത്, അതാണ് സിമ്മട്രിക്കൽ. അപ്പോൾ ആദ്യം ഈ ഒരു ഷേപ്പിലുള്ള ഒരു പാറ്റേൺ ആദ്യം ഉണ്ടാക്കണം. അത് നമ്മൾ ഓൾറെഡി മെറ്റൽ കൊണ്ട് ഉണ്ടാക്കുന്നു. നമുക്ക് കുറേ മാസ് പ്രൊഡക്ഷനാണ്, ആയിരക്കണക്കിന് പ്രൊഡക്റ്റുകൾ വേണം. അപ്പോൾ ഒരു മെറ്റൽ പാറ്റേൺ ആദ്യം ഉണ്ടാക്കും. ഒരു ഹാഫ് ഉണ്ടാവും, അതേപോലെ തന്നെ അടുത്ത ഒരു ഹാഫ് ഉണ്ടാവും. ഓക്കെ, ഇങ്ങനത്തെ പാറ്റേൺ ആദ്യം ഉണ്ടാക്കി വെക്കും.
ഓക്കെ. ഇനി ആ പാറ്റേൺ ആണ്, ഇപ്പോൾ ആ പാറ്റേൺ ആണ് ഇവിടെ നമ്മൾ വെച്ചിട്ടുള്ളത്. ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പാറ്റേൺ ആണ് ഈ കൊടുത്തുള്ള ഈ റെഡ് കളറിലുള്ളത് പാറ്റേൺ ആണ്, റെഡ് കളറിലുള്ളത്. അപ്പോൾ ഈ പാറ്റേൺ എന്താണ്, അത് സാധാരണ പാറ്റേൺ അല്ല, മെറ്റൽ കൊണ്ടാണ്, പക്ഷെ അത് ഹോട്ട് കണ്ടീഷനിലാണ്. ആ മെറ്റലിനെ ഈ പാറ്റേണിന് ഒരു 200 ഡിഗ്രി സെൽഷ്യസിലോട്ടൊക്കെ ചൂടാക്കും. ഈ പാറ്റേണിനെ 200 ഡിഗ്രി സെൽഷ്യസിലോട്ടൊക്കെ ചൂടാക്കും, ഹീറ്റ് ചെയ്യും. ഹീറ്റ് ചെയ്തിട്ടുള്ള ആ ഹോട്ട് പാറ്റേൺ ആണ് നമ്മൾ നേരത്തെ സാൻഡ് ഫില്ല് ചെയ്ത ഡംപ് ബോക്സ് ഉണ്ടല്ലോ, ആ ഡംപ് ബോക്സിൽ ഇവിടെ കൊണ്ടുവന്നിട്ട് പ്ലേസ് ചെയ്യും. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ക്ലാമ്പ് ചെയ്യും, നല്ല ശക്തിയായിട്ട് അത് ക്ലാമ്പ് ചെയ്യും. ക്ലാമ്പ് ചെയ്യണമെന്ന് വെച്ചാൽ അതുകൊണ്ട് ഊരി ചാടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് ക്ലാമ്പ് ചെയ്ത് വെക്കും. ഓക്കെ, ഞാൻ ക്ലാമ്പ് ചെയ്ത് വെച്ചു. എന്നിട്ട് എന്ത് ചെയ്യണം, അടുത്ത സ്റ്റെപ്പ്, ഇതിപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പായി. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് വരുമ്പോൾ സാൻഡ് മിക്സ് ചെയ്യുക, റെസിനുമായിട്ട് മിക്സ് ചെയ്യുക, അത് ബോക്സിലോട്ട് നിക്ഷേപിക്കുന്നു. അതിൻ്റെ ശേഷം ഹോട്ട് പാറ്റേൺ, ഒരു ഹാഫ് പാറ്റേൺ കൊണ്ടുവന്നിട്ട് അത് ചൂടാക്കി 200 ഡിഗ്രിയിലോട്ട് ചൂടാക്കിയതിന് ശേഷം ഈ ബോക്സിൻ്റെ മുകളിൽ കൊണ്ടുവന്നിട്ട് ക്ലാമ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ്, സ്റ്റെപ്പ് 2. സ്റ്റെപ്പ് 2ൽ എന്താ വെച്ചാൽ ഈ ബോക്സിനെ ഒന്ന് തല തിരിച്ചു വെക്കുന്നു. ബോക്സിനെ തല തിരിച്ചു വെക്കുക. ഓക്കെ, അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഉണ്ടോ? അപ്പോൾ ഇതായിരുന്നു ഒന്നാമത്തെ സ്റ്റെപ്പ്. ബോക്സ് ഇങ്ങനെ ആയിരുന്നു, അതിനെന്ത് ചെയ്തു, നമ്മൾ തല തിരിച്ചു വെച്ചു. തല തിരിച്ചു വെക്കുമ്പോൾ ഇങ്ങനെയാണല്ലോ വരിക. ഓക്കെ, തല തിരിച്ചു വെച്ചു. അങ്ങനെ തല തിരിച്ച് കുറച്ച് നേരം അങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കണം. കുറച്ച് സമയം, കുറച്ച് മിനിറ്റുകൾ അങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുക. അങ്ങനെ തല കുത്തനെ തന്നെ വെച്ചിരിക്കുക. അതിൻ്റെ ശേഷമാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് വരുന്നത്. മൂന്നാമത്തെ സ്റ്റെപ്പിൽ വരുന്നത്, രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്താ, ദ ഡം ബോക്സ് ഈസ് ടിൽറ്റഡ് അപ്സൈഡ് ഡൗൺ, തല തിരിച്ചു വെച്ചു. ഈ മൂന്നാമത്തെ സ്റ്റെപ്പിൽ ആഫ്റ്റർ സം ടൈം ദ ഡംപ് ബോക്സ് ഈസ് ബ്രോട്ട് ഇൻ ടു ഇനീഷ്യൽ പൊസിഷൻ. നൗ വി ക്യാൻ സീ എ ലെയർ ഓഫ് സാൻഡ് കോൾഡ് ഷെൽ 6 mm thickness is stuck in the pattern. Then second half is made through the same step. എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഇപ്പോൾ തല തിരിച്ചു വെച്ചല്ലോ. രണ്ടാമത്തെ സ്റ്റെപ്പിൽ തല തിരിച്ചു വെച്ചു. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്, അത് വീണ്ടും നേരെ തന്നെ ആക്കുക. ആദ്യമുള്ളത് എങ്ങനെയാണോ അതേപോലെ തന്നെ തിരിച്ചു വെക്കുക, നേരെ വെക്കുക. നേരെ വെക്കുമ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റും, നമുക്കൊരു ഈ പാറ്റേൺ ഉണ്ടല്ലോ, ഹോട്ട് പാറ്റേൺ ആണ്. ഈ റെഡ് കളറിൽ കാണിച്ചതാണ് ഒരു ഹാഫ് പാറ്റേൺ അല്ലേ. അപ്പോൾ ആ ഹാഫ് പാറ്റേണിൽ ചെറിയൊരു ഭാഗം ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും. ചെറിയൊരു ലെയർ ഒരു 6 mm തിക്നെസ് ഒക്കെ ഉണ്ടാവുള്ളൂ. ചെറിയൊരു തിക്നെസ് ഉള്ള ലെയർ ആ പാറ്റേണിൻ്റെ മുകളിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. പറ്റി പിടിച്ചിരിക്കുന്ന ആ ലെയറിന് വിളിക്കുന്ന പേരാണ് ഷെൽ. അതുകൊണ്ടാണ് ഇതിനെ ഷെൽ മൗൾഡിങ്, ഷെല്ലുണ്ടാക്കുന്നതാണ് ഈ ഒരു മൗൾഡിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഷെല്ല് നമുക്ക് എന്ത് ചെയ്തു, ഈ ഒരു ഷെല്ല് ഈ പാറ്റേണിൻ്റെ മുകളിൽ ഇങ്ങനെ പറ്റി പിടിച്ച് കിടന്നു ഒരു 6 mm തിക്നെസ്സിൽ. ആ റെസിന് ചേർത്തതുകൊണ്ടാണ് അവിടെ പറ്റി പിടിച്ച് കിടന്നത്. ബാക്കിയുള്ള സാൻഡ് ആ ബോക്സിലോട്ട് തന്നെ താഴത്തോട്ട് തന്നെ വീണ് എടുക്കും. ഇനി അപ്പം എത്ര സ്റ്റെപ്പായി? 3 സ്റ്റെപ്പായി കേട്ടോ. ഇനി നാലാമത്തെ സ്റ്റെപ്പിൽ പറയുന്നത്, now the pattern is taken out and heated in an oven to 300 degrees Celsius. Then the shell is removed by using ejector pins. ഇനി പാറ്റേൺ എടുത്തിട്ട് now the pattern is taken out and heated in an oven to 300 degrees Celsius. Then the shell is removed by using ejector pin. എന്ന് പറഞ്ഞാൽ നാലാമത്തെ സ്റ്റെപ്പിൽ പറഞ്ഞത് ഇത് വീണ്ടും ചൂടാക്കാം. ഈ നാലാമത്തെ സ്റ്റെപ്പിൽ ഈ പാറ്റേൺ ഉണ്ടല്ലോ, ഈ പാറ്റേണിനെ നമ്മൾ ഇപ്പോൾ ബോക്സിൻ്റെ മുകളിലാണുള്ളത്. ഈ ക്ലാമ്പ് റിമൂവ് ചെയ്തിട്ട് ഈ ക്ലാമ്പ് അയച്ചെടുത്തിട്ട് ഈ കംപ്ലീറ്റ് സെറ്റ്, ഈ ഒരു സെറ്റ് പാറ്റേണും ഈ ഷെല്ലും കൂടിയിട്ടുള്ള ഈ സെറ്റ് എടുത്തിട്ട് ഒരു ഓവനിൽ വെച്ചിട്ട് ഒരു 300 ഡിഗ്രി സെൽഷ്യസിലോട്ടൊക്കെ ഹീറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ എടുത്തു ഉണ്ടോ, ആ പാറ്റേൺ ഒരു ഓവനിൽ വെച്ചു, ഹീറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലൊരു പിന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇതിൻ്റെ മുകളിൽ ഒരു പിന്നുണ്ട് കേട്ടോ. ഈ 3 പിന്നുണ്ടോ, 3 പിന്നെന്ന് അതിൻ്റെ പേര് ഇജക്ടർ പിന്നാണ്.
ഇജക്ടർ പറഞ്ഞാൽ മുകളിൽ നിന്ന് ഇങ്ങോട്ട് തള്ളി കൊടുക്കാൻ പറ്റും. മുകളിൽ നിന്ന് ഇങ്ങോട്ട് ഒന്ന് പുഷ് ചെയ്ത് കൊടുത്താൽ ആ ഷെല്ല് ഇങ്ങോട്ട് പുറത്തോട്ട് വരും. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്തു, ആ പാറ്റേൺ പുറത്തെടുത്തതിന് ശേഷം നമ്മൾ ഈ പുഷ് ബട്ടൺ ഒന്ന് നെക്കി കൊടുത്തു. ഈ ഇജക്ടർ പിന്നൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തപ്പോൾ ഈ ഷെല്ല് ഇങ്ങനെ ഒരു ഷെല്ല് നമുക്ക് എന്ത് ചെയ്ത്, ഇങ്ങനെ ഒരു ഷെല്ല് നമുക്ക് പുറത്തോട്ട് വന്നു. അപ്പോൾ ഒരു ഷെല്ലുണ്ടാക്കി. ഓക്കെ, അപ്പോൾ ഒരു ഷെല്ല് നമ്മൾ ഉണ്ടാക്കി. ഇനി ഇതേപോലെ തന്നെ ഇതിൻ്റെ മറ്റേ ഭാഗം ഹാഫ് ഭാഗം ഇങ്ങനെയല്ലേ വരിക, ഇങ്ങനെ വന്നിട്ട് ഇതിൻ്റെ അതർ സൈഡ് ഇതേപോലെ തന്നെ എന്ത് ചെയ്യുന്നു, ഉണ്ടാക്കുന്നു. ഇതേപോലെ അടുത്ത ഷെല്ലും കൂടി ഇതേ സെയിം സ്റ്റെപ്പ് ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ഏത് പാർട്ടാണ് ഉണ്ടാക്കിയത്, ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള പാർട്ട്. ഓക്കെ, ഇപ്പോൾ ഒരു പാർട്ടാണ് ഉണ്ടാക്കിയത്. ഇപ്പോൾ ഈ പാർട്ടാണ് ഉണ്ടാക്കി നോക്കാം. ഇതേപോലെ അടുത്തൊരു പാർട്ടും കൂടി ഉണ്ടാക്കാം. ഓക്കെ, ഇനി അതിന് ശേഷം 5ാമത്തെ സ്റ്റെപ്പ് നോക്കാം. Then the 2 half shells are clamped and placed in the flask having backup material. Then molten metal is poured. എന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് എന്താണ്, ഇപ്പോൾ നമ്മൾ 2 ഷെല്ല് ഉണ്ടാക്കിയെടുത്തല്ലോ. ആ 2 ഷെല്ല് ഒരു ഫ്ലാസ്ക്, ഇങ്ങനെ ഒരു ഫ്ലാസ്ക് എടുക്കുക. ഫ്ലാസ്ക് പറഞ്ഞ ഒരു ബോക്സ്. ആ ബോക്സ് എടുത്തിട്ട് 2 ഷെല്ലും കൂടി ഇതേപോലെ സെൻറ്ററിൽ വെക്കുക. 2 ഷെല്ലും കുറച്ച് ഗ്യാപ്പ് ഇടണം. നമുക്ക് എത്ര തിക്നെസ് വേണം അതിനനുസരിച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇവിടെ ക്ലാമ്പ് ചെയ്ത് വെക്കണം. അങ്ങനെ സെൻറ്ററിൽ തന്നെ അത് വെച്ചതിന് ശേഷം ആ ഷെല്ലുകളുടെ ചുറ്റിലും ഒരു ബാക്കപ്പ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ എന്തോ സാൻഡ് ആവാം, മറ്റു എന്തെങ്കിലുമൊക്കെ ആവാം. കാരണം വെച്ചാൽ അതിനൊന്നും സെൻറ്ററിൽ നിർത്താൻ വേണ്ടിയിട്ടാണ്. സെൻറ്ററിൽ ആ ഷെല്ലുകളൊന്ന് നിർത്താൻ വേണ്ടിയിട്ടുള്ളതാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാതെ നിർത്താൻ വേണ്ടിയിട്ടുള്ളതാണ് ബാക്കപ്പ് മെറ്റീരിയൽ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അപ്പോൾ ഇങ്ങനെ വെച്ചു. ഇങ്ങനെ ഒരു രണ്ട് ഷെല്ലാണ് ഇപ്പോൾ കാണിച്ചിട്ടുള്ളത്. ആ ഷെല്ല് യെല്ലോ കളറിൽ കാണിച്ചിട്ടുള്ള 2 ഷെല്ലാണ്. ആ ഷെല്ല് ഇപ്പോൾ നമ്മൾ ഒരു ഫ്ലാസ്കിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് വേണം, ഇനി നമുക്ക് ഏത് മെറ്റലാണോ വേണ്ടത് ആ മെറ്റലിനെ ഉരുക്കിയതിന് ശേഷം ഈ ഷെല്ലിലോട്ട് ഒഴിച്ചു കൊടുക്കുക, ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചതിന് ശേഷം കുറച്ച് നേരം സമയം കഴിഞ്ഞാൽ ആ ലിക്വിഡ് മെറ്റൽ എന്തായി മാറും, സോളിഡായി മാറുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ബാക്കപ്പ് മെറ്റീരിയലും അതേപോലെ തന്നെ ഈ ഷെല്ല് ഇപ്പം ഉണ്ടാക്കിയെടുത്ത ഷെല്ല് സാൻഡ് കൊണ്ടാണല്ലോ, ആ 2 ഷെല്ലും പൊട്ടിച്ച് കളയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് കിട്ടും. ഇതേപോലത്തെ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ലഭിക്കും. ഏകദേശമാണ് ഞാൻ വരയ്ക്കണത്. ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് നമുക്ക് എന്ത് ചെയ്യും, ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് നമുക്ക് കിട്ടും അല്ലേ? മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഏകദേശം ഫിഗർ വരച്ചാണ് പ്രൊഡക്റ്റ്. അതേപോലെ എന്തായി സാൻഡ് ഉപയോഗിച്ച് അടുത്ത പാറ്റേണും അതേമാതിരി ഉണ്ടാക്കുന്നു. അങ്ങനെ മാസമായിട്ട് പ്രൊഡക്ഷൻ നടത്താൻ പറ്റും. അപ്പോൾ അതാണ് എന്ത് ഷെൽ മോൾഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം, എന്തെല്ലാം ഗുണങ്ങളാണ് ഈ ഷെൽ മോൾഡിങ്ങിനുള്ളത് നോക്കാം. This process can produce complex parts with a good surface finish 1.25 micrometer to 3.75 micrometer and dimensional tolerance of 0.5%. A good surface finish and good size tolerance reduce the need for machining. The process overall is quite cost effective due to reduced machining and cleanup costs. എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഉണ്ടാക്കാൻ സാൻഡ് മോൾഡിങ്, സാധാരണ കാസ്റ്റിംഗ് ഉപയോഗിച്ചിട്ട് സാൻഡ് മോൾഡിങ് ഉപയോഗിച്ച് ഉണ്ടാക്കാൻ കഴിയുന്നതിനേക്കാൾ എളുപ്പത്തിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ള പാർട്ടുകളൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുമാത്രമല്ല സർഫസ് ഫിനിഷിങ് വളരെ നീറ്റായിരിക്കും. സാധാരണ ഉള്ള പോലെയുള്ള സാൻഡ് കാസ്റ്റിംഗ് പോലെയല്ല, അതിൻ്റെ സർഫസ് ഫിനിഷിങ് വളരെ നീറ്റായിരിക്കും. അതിൻ്റെ അളവ് കൊടുത്തിട്ടുണ്ട്, അത്രയും നീറ്റ് സർഫസ് ആയിരിക്കും.
അതേപോലെ വളരെ അക്യുറേറ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കൊടുത്ത അതേ അളവ് തന്നെ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ദ പ്രോസസ് ഈസ് ഓവറോൾ ക്വൈറ്റ് കോസ്റ്റ് എഫക്റ്റീവ്. കോസ്റ്റ് കുറവാണ്. അതേപോലെ മെഷീനിങ്, കാരണം അത്രത്തോളം ക്ലീൻ ആയിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ, സർഫസ് ഫിനിഷിങ്ങോട് കൂടിയിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ മെഷീനിങ് ചെയ്യേണ്ട ആവശ്യമില്ല. അതേപോലെ ക്ലീനിങ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ക്ലീനിങ്ങും മറ്റു മെഷീനിങ്ങൊന്നും ഇപ്പം ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായി, മെഷീനിങ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റും കുറവായിരിക്കും. അപ്പോൾ അതിന് വേണ്ടി വേറെ കോസ്റ്റ് കണ്ടെത്തേണ്ട കാര്യമില്ലല്ലോ. അടുത്ത ഡിസഡ്വാൻറ്റേജ്, എൻ്റെ ദോഷങ്ങൾ എന്തൊക്കെയാണ്? ഡിസഡ്വാൻറ്റേജ്: ഓൺലി സ്മാൾ സൈസ്ഡ് കാസ്റ്റിങ്സ് ക്യാൻ ബി മെയ്ഡ്. ചെറിയ ചെറിയ പാർട്ടുകൾ ഉണ്ടാക്കിയെടുക്കാൻ, വലിയ പാർട്ടുകളൊന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. പിന്നെ അതിൻ്റെ സാൻഡിൻ്റെയൊക്കെ അതേപോലെ തന്നെ റെസിൻ്റെ കോസ്റ്റൊക്കെ കുറച്ച് കൂടുതലാണ്. എന്നാലും ഓവറോൾ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് മൊത്തത്തിൽ നോക്കുമ്പോൾ കുറവായിരിക്കും. ഓക്കെ. അപ്പോൾ അതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജും. ഇനി അടുത്ത ടോപ്പിക് എന്നുള്ളത് പാറ്റേൺ അലവൻസസ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. ഇപ്പോൾ നമ്മൾ കുറേ ടൈപ്പ് മൗൾഡിങ് പറഞ്ഞു, മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈ മൗൾഡിങ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് പാറ്റേൺ എന്ന് പറഞ്ഞൊരു സംഭവമാണല്ലോ. ആ പാറ്റേൺ എന്ന് പറഞ്ഞാൽ റെപ്ലിക്ക ഓഫ് ദ കാസ്റ്റിംഗ് ആണ്. ഏത് പ്രൊഡക്റ്റാണ് ഉണ്ടാക്കുന്നത് അതേ ഷേപ്പിലുള്ള ഒരു സംഭവം സാൻഡിൽ വെച്ചാലാണല്ലോ നമുക്ക് ഒരു പ്രൊഡക്റ്റ് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു പാറ്റേണിൽ നമ്മൾ ചില അലവൻസുകൾ കൊടുക്കണം. അത് എന്തിനാണെന്നും എന്തതിൻ്റെ കാര്യം എന്നൊക്കെ വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, പാറ്റേൺ അലവൻസ് ഈസ് പ്രൊവൈഡഡ് ടു അവോയ്ഡ് ദ മെറ്റൽ ഡിസ്റ്റോർഷൻ ഫോർ ഈസി വിത്ത്ഡ്രാവൽ ഓഫ് പാറ്റേൺ ഫ്രം മൗൾഡ്. സോ patterns are made slightly larger than required size in order to avoid the metal shrinkage. If allowances are not given on the pattern, the casting will become smaller than required size. Okay. അപ്പോൾ പാറ്റേൺ അലവൻസ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക? പാറ്റേൺ അലവൻസ് എന്ന് പറഞ്ഞാൽ ചില ഈ പാറ്റേൺമേൽ നമ്മൾ കൊടുക്കുന്ന പാറ്റേണിൻ്റെ അളവിൽ നമ്മൾ വരുത്തുന്ന, ഇപ്പോൾ നമുക്കൊരു ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് വേണം. ഇങ്ങനെയുള്ളൊരു പ്രൊഡക്റ്റ് വേണം. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് വേണം. ആ പ്രൊഡക്റ്റിൽ വേണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഇതേപോലത്തെ ഒരു പാറ്റേൺ വേണം അല്ലേ? ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ഒരു പാറ്റേൺ വെക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു ലെങ്ത്ത് ഒരു 30 സെൻറ്റിമീറ്റർ ആണെന്ന് വെച്ചോ. ഇതിൻ്റെ ലെങ്ത്ത് 30 സെൻറ്റിമീറ്റർ ആണെങ്കിൽ നമുക്ക് കിട്ടേണ്ട പ്രൊഡക്റ്റും എത്ര തന്നെ ആയിരിക്കണം? ഇവിടെ 30, ഇവിടെ 30. അപ്പോൾ നമുക്ക് കിട്ടേണ്ട പ്രൊഡക്റ്റും എന്ത് തന്നെ കിട്ടണം? 30 കിട്ടണം. അതേപോലെ ഇവിടെ 30 കിട്ടണം ആണല്ലോ. പക്ഷേ ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് നമുക്ക് കറക്റ്റ് 30 കിട്ടണം എന്നുണ്ടെങ്കിൽ, കറക്റ്റ് പ്രൊഡക്റ്റിൻ്റെത് 30 കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ പാറ്റേൺ ചിലപ്പോൾ 32 ആക്കി കൊടുക്കേണ്ടി വരും. പാറ്റേണിൻ്റെ സൈസ്, പാറ്റേൺ ഉപയോഗിച്ചിട്ടാണ് നമ്മളെ ക്യാവിറ്റി ഉണ്ടാക്കുന്നത് അല്ലേ? അപ്പോൾ പാറ്റേണിൻ്റെ സൈസ് ചിലപ്പോൾ ഒന്ന് കൂട്ടി കൊടുക്കേണ്ടി വരും. എന്നിട്ട് ആ കൂടുതൽ, അപ്പോൾ 32 സെൻറ്റിമീറ്ററുള്ള പാറ്റേൺ ഉപയോഗിച്ചിട്ട് വേണം ആ മൗൾഡ് അച്ചുണ്ടാക്കാൻ. എങ്കിലേ എന്ത് കിട്ടുള്ളൂ? 30 സെൻറ്റിമീറ്ററുള്ള 30 നമുക്ക് ആവശ്യമുള്ള സൈസിലുള്ള പ്രൊഡക്റ്റ് കിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒന്നുകൂടി കാര്യങ്ങൾ പറഞ്ഞുതരും, ഒന്നുകൂടി ശ്രദ്ധിക്കാം. അതിൽ ഏതൊക്കെ ടൈപ്പ് അലവൻസ് ആണുള്ളത്? അലവൻസ് ഒന്ന് ഷ്രിങ്കേജ് അലവൻസ്, മെഷീനിങ് ഓർ ഫിനിഷിംഗ് അലവൻസ്, ഡ്രാഫ്റ്റ് ഓർ ടാപ്പർ അലവൻസ്, ഡിസ്റ്റോർഷൻ ഓർ ക്യാമ്പർ അലവൻസ്, റാപ്പിംഗ് ഓർ ഷേക്ക് അലവൻസ്. ഇങ്ങനെ 5 ടൈപ്പ് അലവൻസ് ആണുള്ളത്. ഓക്കെ. അപ്പോൾ അതിൽ ഒന്നാമത്തെ നമുക്ക് പറയാം ഷ്രിങ്കേജ് അലവൻസ്. ഷ്രിങ്കേജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചുരുങ്ങിപ്പോവുക എന്നുള്ളതാണ്. ചുരുങ്ങിപ്പോവുക, മെറ്റല് ചുരുങ്ങിപ്പോവുക.
വിശദമായിട്ട് പറഞ്ഞുതരാം, ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി, ഒരു കാസ്റ്റിംഗ്, ഒരു സിമ്പിൾ ഒരു കാസ്റ്റിംഗ്, ഓക്കെ, ഒരു സിമ്പിൾ കാസ്റ്റിംഗ്. അപ്പോൾ ഇതിൽ എന്തുണ്ട് അറിയോ, ഒരു പാറ്റേൺ ഉണ്ട്. അപ്പോൾ ഇതിലൊരു പാറ്റേൺ ഉണ്ട്, അതേപോലെ ഇതിൻ്റെ ചുറ്റിലും സാൻഡ് ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ചുറ്റിലും സാൻഡ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇത് പാറ്റേൺ ആണ്. ഇനി അതേപോലെ ഇതിൻ്റെ സെൻറ്റിമീറ്റർ, ഈ പാറ്റേണിൻ്റെ അളവ് ഇപ്പം എത്രയാണ്? പാറ്റേണിൻ്റെ അളവ് ഒരു 10 സെൻറ്റിമീറ്റർ ആണെന്ന് നോക്കാം. പാറ്റേണിൻ്റെ ഒരു സൈഡ് ഇപ്പം നമ്മൾ നോക്കിയാൽ മതി. ഒരു സൈഡ് 10 സെൻറ്റിമീറ്റർ ആണ്. ഇനി എന്താണ്, ഈ പാറ്റേൺ അതിൽ നിന്ന് എടുത്ത് കളയണം അല്ലേ? പാറ്റേൺ എടുത്ത് കളയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പാറ്റേൺ എടുത്ത് കളയുമ്പോൾ ഇതേ സാധനം തന്നെയാണ് കേട്ടോ, ഒന്നുകൂടി വ്യത്യാസമായിട്ട് വരയ്ക്കുകയാണെന്നുള്ളു. ഇതൊരു പാറ്റേൺ ആയിരുന്നു, ഇങ്ങനെ വരച്ചിട്ട് നമ്മൾ ആ പാറ്റേൺ എടുത്ത് കളഞ്ഞു. പാറ്റേൺ എടുത്ത് കളഞ്ഞപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ഭാഗം കിട്ടുമല്ലോ അല്ലേ? ഇവിടെ 10, ഇവിടെ 10 ആയിരുന്നു. അപ്പോൾ അതേ സൈസിലുള്ള ഒരു ക്യാവിറ്റി കിട്ടി. ഇവിടെയൊക്കെ സാൻഡാണ് ഇപ്പോൾ ഉള്ളത്, ഇവിടെയൊക്കെ സാൻഡാണ്. അതേ സൈസിലുള്ള ഒരു അച്ച് ഇവിടെ കിട്ടി, ഒരു മൗൾഡ് ഇവിടെ കിട്ടി അല്ലേ? ഇനി ആ മൗൾഡിലോട്ട് വേണം നമുക്ക് മെറ്റലിന് ഒഴിച്ചു കൊടുക്കാൻ. ചൂടുള്ള മെറ്റൽ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അതിലോട്ട് ഒഴിച്ചു കൊടുത്തു. ചൂടുള്ള മെറ്റൽ അതിലോട്ട് ഒഴിച്ചു കൊടുത്തു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അത് സോളിഡായി മാറി. അങ്ങനെ നമ്മൾ മെറ്റലൊക്കെ പൊട്ടിച്ചെടുത്തു. സാൻഡൊക്കെ പൊട്ടിച്ച് ആ പ്രൊഡക്റ്റിനെ പുറത്തെടുത്തു. അപ്പോൾ നമുക്ക് ഇവിടെ 10 ആണല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രൊഡക്റ്റ് കിട്ടേണ്ടത് എന്തുതന്നെയാണ്? 10 ആണ് കിട്ടേണ്ടത് അല്ലേ? പ്രൊഡക്റ്റിൻ്റെ സൈസ് കിട്ടേണ്ടതും 10 ആണ്. ആ മെറ്റൽ ഇപ്പോൾ ഒരു അലുമിനിയം കൊണ്ടാണ്, അലുമിനിയമാണ് ഇതിൽ ഉരുക്കി വെച്ചെങ്കിൽ നമുക്ക് ആ അലുമിനിയം സോളിഡായി മാറുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? പുറത്ത് 10 ഉള്ളത് കിട്ടണം. നമുക്ക് വേണ്ടത് എന്ത് തന്നെയാണ്? 10 സെൻറ്റിമീറ്റർ ഉള്ള ഒരു ബ്ലോക്കാണ് വേണ്ടത് നോക്കാം. നമുക്ക് വേണ്ട പ്രൊഡക്റ്റ് 10 സെൻറ്റിമീറ്റർ ഉള്ള ഒരു ബ്ലോക്കാണ്. നമ്മൾ ഉപയോഗിച്ചതും 10 സെൻറ്റിമീറ്റർ ഉള്ള പാറ്റേൺ ആണെന്ന് വെക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതാണല്ലോ നമുക്ക് പ്രൊഡക്റ്റായിട്ട് വേണ്ടത്, 10 ആണ് കിട്ടേണ്ടത്. അപ്പം നമ്മൾ 10 കിട്ടാൻ വേണ്ടി 10 സെൻറ്റിമീറ്റർ ഉള്ള അതേ പാറ്റേൺ ഉപയോഗിച്ചു എന്ന് വെക്കാം. 10 സെൻറ്റിമീറ്റർ ഉള്ള പ്രൊഡക്റ്റ് കിട്ടാൻ വേണ്ടി 10 സെൻറ്റിമീറ്റർ ഉള്ള പാറ്റേൺ തന്നെ ഉപയോഗിച്ചു എന്ന് വെക്കാം. അങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് ഇത് സോളിഡായി മാറിയാലുള്ള പ്രശ്നം എന്താണെന്നറിയോ? സോളിഡായി മാറുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ചിലപ്പം 10 ഉണ്ടാവില്ല. നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എത്ര ഉണ്ടാവുള്ളൂ? ലെങ്ത്ത് കിട്ടുന്ന പ്രൊഡക്റ്റിൻ്റെ ലെങ്ത്ത് 8 ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റ് 10 ഉണ്ടാവില്ല. കാരണം മെറ്റല് സോളിഡായി മാറുമ്പോൾ ഒന്ന് ചുരുങ്ങി കൊടുക്കും. മെറ്റൽ സോളിഡായി മാറുമ്പോഴേ ഒന്ന് ചുരുങ്ങി കൊടുക്കും. ഒന്നങ്ങോട്ട് ചുരുങ്ങി നിൽക്കുമ്പോൾ ആദ്യം 10 ഉള്ളതിനെ സംഭവം എന്തായി മാറിയിട്ടുണ്ടാവും? അത് സോളിഡായി മാറിക്കഴിയുമ്പോൾ 8 ആയിട്ട് മാറിയിട്ടുണ്ടാവും, 8 സെൻറ്റിമീറ്ററായി മാറിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് വേണ്ടത് എത്രയാണ്? 10 സെൻറ്റിമീറ്ററാണ്. പക്ഷെ നമുക്ക് അത് സോളിഡായി മാറിയപ്പോൾ 8 സെൻറ്റിമീറ്ററായിട്ട് ചുരുങ്ങി. അപ്പോൾ നമുക്ക് ആ പ്രൊഡക്റ്റ് എന്തായി? വേസ്റ്റായി മാറി. നമുക്ക് ആ പ്രൊഡക്റ്റ് വേണ്ട, ഞങ്ങൾക്ക് 10 ഉള്ളതാണ് വേണ്ടത് എന്ന് പറയുമ്പോൾ ആ പ്രൊഡക്റ്റ് വേസ്റ്റായി മാറി ആണല്ലോ. അപ്പോൾ ഈ ഒരു പ്രശ്നം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതാണ് ശ്രിങ്കേജ് എന്ന് പറയുന്നത്. ചുരുങ്ങുക. അപ്പോൾ ആ ഒരു ശ്രിങ്കേജ് കാരണമുള്ള പ്രോബ്ലം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാറ്റേണിന്മേൽ ഒരു അളവ് കൂട്ടിക്കൊടുക്കുന്നതിന് പറയുന്ന പേരാണ് അലവൻസ് എന്ന് പറഞ്ഞാൽ
ഇപ്പോൾ 10 സെൻറ്റിമീറ്റർ ഉള്ള പ്രൊഡക്റ്റ് പാറ്റേൺ തന്നെ എടുത്താൽ നമുക്ക് കിട്ടുന്നത്, ഞാൻ ഒരു ഉദാഹരണം പറയുകയാണ് കേട്ടോ. 10 സെൻറ്റിമീറ്റർ കറക്റ്റ് ഇങ്ങനെയല്ല, ഒരു 10 സെൻറ്റിമീറ്റർ ഉള്ള പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് 10 സെൻറ്റിമീറ്റർ ഉള്ള പാറ്റേൺ തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ, 10 സെൻറ്റിമീറ്റർ ഉള്ള പ്രൊഡക്റ്റ്, ഇത് പ്രൊഡക്റ്റാണ്, പ്രൊഡക്റ്റ് ഇവിടെ പാറ്റേൺ, 10 സെൻറ്റിമീറ്റർ ഉള്ള പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് 10 സെൻറ്റിമീറ്റർ ഉള്ള പാറ്റേൺ തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ കുറഞ്ഞ അളവിലേ കിട്ടുള്ളൂ, 8 സെൻറ്റിമീറ്റർ ഉള്ളതേ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് 10 തന്നെ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? പ്രൊഡക്റ്റ് 10 സെൻറ്റിമീറ്റർ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മെത്തേഡ് ഉണ്ട്, ടെക്നിക്ക് ഉണ്ട്. എന്ത് ചെയ്താൽ മതി? പാറ്റേൺ ഉണ്ടല്ലോ, പാറ്റേണിൻ്റെ അളവ് നിങ്ങൾ എന്ത് ചെയ്യുക? കൂട്ടിക്കൊടുത്താൽ പോരെ. പാറ്റേണിൻ്റെ അളവ് 12 ആക്കി കൊടുക്കുക, പാറ്റേണിൻ്റെ സൈസ് 12 ആക്കി കൊടുക്കുക. 10 ഉള്ളിടത്ത് പാറ്റേൺ നമ്മൾ ഉണ്ടാക്കുമ്പം തന്നെ ഈ ഒരു മൗൾഡ് ക്യാവിറ്റി, അതിലോട്ടാണല്ലോ ലിക്വിഡ് മെറ്റൽ ഒഴിച്ചു കൊടുക്കുന്നത്. ആ ക്യാവിറ്റി ഉണ്ടാക്കുമ്പം തന്നെ, ഉണ്ടാക്കണമെങ്കിൽ പാറ്റേൺ വേണം. അപ്പോൾ ആ പാറ്റേണിൻ്റെ സൈസ് 12 ആക്കുക. 10 നമുക്ക് വേണ്ട പ്രൊഡക്റ്റ് വേണ്ടത് 10. അപ്പോൾ പാറ്റേണിൻ്റെ സൈസ് ഉണ്ടാക്കുമ്പോൾ തന്നെ 12 ആക്കി കൊടുക്കുക. 12 ആക്കുമ്പോൾ അങ്ങനെ മെറ്റൽ ഒഴിച്ചു കൊടുത്തു. ഓക്കെ, 12 ആക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ 12 ആക്കുന്ന സമയത്ത് നമുക്ക് 12 സെൻറ്റിമീറ്റർ ഉള്ള പാറ്റേൺ ഉപയോഗിച്ചു. അങ്ങനെ 12 സെൻറ്റിമീറ്റർ ഉള്ള പാറ്റേൺ ഉപയോഗിച്ച് നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ എന്ത് കിട്ടും? ഇവിടെ 12 സെൻറ്റിമീറ്റർ ആയിരിക്കും അല്ലേ? ലിക്വിഡ് മെറ്റൽ ഇനി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ലിക്വിഡ് മെറ്റൽ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തു, ഇപ്പം എത്ര ഉള്ളത്? ഇപ്പോൾ പാറ്റേണും ആ ലിക്വിഡ് മെറ്റലൊക്കെ 12 ഉള്ളത്. ഇനി അത് സോളിഡായി മാറും അല്ലേ? ഇവിടെ എത്തുമ്പോൾ സോളിഡായി മാറും. അങ്ങനെ സോളിഡായി മാറുമ്പോൾ എത്രയായി മാറിയിട്ടുണ്ടാവും? അത് 10 മാറിയിട്ടുണ്ടാവും. ചുരുങ്ങും. ആ 12 സെൻറ്റിമീറ്റർ ഉള്ള ആ പ്രൊഡക്റ്റ് ഒന്നായിട്ട് ചുരുങ്ങിയിട്ട് എത്രയായി മാറും? 10 സെൻറ്റിമീറ്റർ ആവും. അപ്പോൾ നമുക്ക് വേണ്ടത് എത്രയാണ്? 10. ഓക്കെ, അപ്പോൾ 10നേക്കാളും നമ്മൾ പാറ്റേണിൻ്റെ സൈസ് 12 ആക്കി കൂട്ടിക്കൊടുത്തു അല്ലേ? പാറ്റേണിൻ്റെ സൈസ് 12 ആക്കി. അപ്പോൾ 2 സെൻറ്റിമീറ്റർ നമ്മൾ കൂട്ടിക്കൊടുത്തു പാറ്റേൺ മേലെ. നമുക്ക് വേണ്ട പ്രൊഡക്റ്റിനേക്കാളും 2 സെൻറ്റിമീറ്റർ കൂട്ടിക്കൊടുത്തു. അങ്ങനെ ആ 2 സെൻറ്റിമീറ്റർ പ്രൊഡക്റ്റ് ഈ പാറ്റേൺ മേൽ കൂട്ടിക്കൊടുത്തു എന്ന് പറഞ്ഞാൽ, അപ്പോൾ എന്തായി? നമുക്ക് വേണ്ട പ്രൊഡക്റ്റിനേക്കാളും വലിയ സൈസാണ് പാറ്റേണായിട്ട് നമ്മൾ ഉപയോഗിച്ചത്. 10 സെൻറ്റിമീറ്റർ നമുക്ക് വേണ്ട പ്രൊഡക്റ്റ്, ആ 10 സെൻറ്റിമീറ്റർ കിട്ടാൻ വേണ്ടിയിട്ട് അതിനേക്കാളും വലിയ എന്ന് പറഞ്ഞാൽ 12 സെൻറ്റിമീറ്റർ ഉള്ള പാറ്റേൺ ആണ് ഉപയോഗിച്ചത്. അപ്പോൾ പാറ്റേണിൻ്റെ സൈസ് നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടിക്കൊടുക്കണം. ശ്രിങ്കേജ് അലവൻസ്, അതിനെ വിളിക്കുന്ന പേരാണ്. ഈ 2 സെൻറ്റിമീറ്ററാണ് നമ്മൾ കൂട്ടിക്കൊടുത്തത്. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ പാറ്റേണിൻ്റെ സൈസ് നമുക്ക് വേണ്ട പ്രൊഡക്റ്റിനേക്കാളും കൂടുതലായിട്ട് കൊടുക്കുന്ന അതിനെ പറയുന്ന പേരാണ്, പ്രോസസ്സിനെ പറഞ്ഞ പേരാണ് ശ്രിങ്കേജ് അലവൻസ്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് ശ്രിങ്കേജ് അലവൻസ്. ശ്രിങ്കേജ് ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു അലവൻസ് ആണ് ശ്രിങ്കേജ് അലവൻസ്. ഓക്കെ, അപ്പോൾ അതാണ് എന്ത്? ശ്രിങ്കേജ് അലവൻസ്. അപ്പോൾ ഈ ശ്രിങ്കേജ് ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രൊഡക്റ്റിനേക്കാളും കൂടുതലായിട്ട് പാറ്റേണിൻ്റെ സൈസ് കൂട്ടിക്കൊടുക്കും. അപ്പോൾ അവിടെ ആ ഒരു അലവൻസ് നമ്മൾ കൂട്ടിക്കൊടുത്തു. അതിനെ വിളിക്കുന്ന പേരാണ് ശ്രിങ്കേജ് അലവൻസ്. ഇനി അടുത്ത ക്ലാസ്സിൽ മെഷീനിങ് അല്ലെങ്കിൽ ഫിനിഷിങ് അലവൻസ് എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ ഓരോ മെറ്റലിന് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ആയിരിക്കില്ല. ഇപ്പോൾ അലുമിനിയത്തിനാണെങ്കിൽ ഒരു സൈസ് നമ്മൾ കൂട്ടി കൊടുക്കേണ്ടി വരും, അത് വേറെ ആയിരിക്കും. അതേപോലെ അയണ്, അതേപോലെ ലെഡ്, അതേപോലെ ഓരോ മെറ്റലിന് കാസ്റ്റ് അയൺ, അലുമിനിയം, സ്റ്റീല്, ഓരോ മെറ്റലിന് ഓരോ ടൈപ്പ് ശ്രിങ്കേജ് ആവും, ചുരുക്കമാവും. അപ്പോൾ ആ മെറ്റലിനനുസരിച്ചിട്ട് വേണം ഇവിടെ എന്ത് ചെയ്ത് കൊടുക്കാൻ? പാറ്റേണിൻ്റെ സൈസിൽ മാറ്റം വരുത്താൻ. ഓക്കെ, അപ്പോൾ ഒരു അലുമിനിയത്തിന് ഒരു അലവൻസ് ആയിരിക്കും,
അതുപോലെ ലെഡിന് വേറെ ആയിരിക്കും, കാസ്റ്റ് അയണിന് വേറെ ആയിരിക്കും. ഓരോ മെറ്റീരിയലിന് ഓരോ ടൈപ്പ് ആയിരിക്കും. ഓക്കെ, താങ്ക് യു.